വെൽക്കം ഡോക്ടർ പോൾ വി മാത്യു, ദ ഹാബിറ്റ് ബിൽഡർ. ജപ്പാനിലെ ഒരു സമൂഹമാണ് മൊവായി കമ്മ്യൂണിറ്റി. ഏറ്റവും അധികം ഹാപ്പിനെസ്സും ഹെൽത്തുമുള്ള ഒരു കമ്മ്യൂണിറ്റി അറിയപ്പെടുന്നവരാണ് മൊവായി കമ്മ്യൂണിറ്റി. എന്തുകൊണ്ടാണ് മൊവായി വിഭാഗം വളരെ സന്തോഷവാന്മാരും ഹെൽത്തിയുമായിരിക്കുന്നത് പഠിച്ചപ്പോൾ അവർ സോഷ്യലൈസ് ചെയ്യുന്നതിൽ ഏറ്റവും ബെസ്റ്റായിരുന്നു എന്നുള്ളതാണ് കണ്ടെത്തിയത്. ഒരു വളരെ നല്ല ഹാബിറ്റാണ് സോഷ്യലൈസ് ചെയ്യുക എന്നുള്ളത്. അതിനെ നാച്ചുറൽ മോർഫിൻ എന്നും ഡോപ്പമിൻ ക്രിയേറ്റർ എന്നും ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ഒരു വാച്ചിൻ എന്നും എല്ലാം പറയാറുണ്ട്. ഇൻട്രാക്ഷന് സാധിക്കുന്നെങ്കിൽ, സോഷ്യലൈസ് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ അതൊരു വാച്ചിനാണ്, അതല്ലെങ്കിൽ ഒരു മോർഫിൻ ബൂസ്റ്ററാണ്, ഒരു ഡോപ്പമിൻ ക്രിയേറ്ററാണ്. നമുക്ക് സന്തോഷമുണ്ടാകുവാനും ആരോഗ്യമുണ്ടാകുവാനും ഇമ്മ്യൂണിറ്റി ഉണ്ടാകുവാനും എല്ലാം സോഷ്യലൈസ് ചെയ്യുന്നത് സാധിക്കും. പലപ്പോഴും പല ആളുകളുണ്ട് വീട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടും, ചില സുഹൃത്തുക്കളോട് മാത്രം സംസാരിക്കും, പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിയോ ആളുകളുമായി ഇൻട്രാക്ട് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ സോഷ്യലൈസ് ചെയ്യുക എന്നുള്ളത് ഈ നൂറ്റാണ്ടിലെ വലിയൊരു സ്കില്ലാണ്. പലപ്പോഴും ഓഫീസും മെഷീൻസും ജോലിയുമായി നാം ഒതുങ്ങിക്കൂടുകയാണ്. പലപ്പോഴും വീടിൻ്റെ 4 വാളുകളിൽ നാം ഒതുങ്ങി പോവുകയാണ്. എന്നാൽ പുറത്തിറങ്ങിയാൽ, പൊതുസമൂഹവുമായി ഇടപെട്ടാൽ, സോഷ്യലൈസ് ചെയ്താൽ നമ്മുടെ ജീവിതം സന്തോഷകരമാകുവാൻ സാധിക്കുമെന്നും നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുമെന്നും മാനസികാരോഗ്യം വളരെ നല്ലതാകുമെന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. സോഷ്യലൈസേഷൻ ഈസ് എ കൈൻഡ് ഓഫ് വാക്സിൻ. ഇറ്റ് ഈസ് എ മോർഫിൻ ക്രിയേറ്റർ, ഇറ്റ് ഈസ് എ ഹാപ്പിനെസ് ക്രിയേറ്റർ. ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായും വളരെ നല്ലൊരു കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഒരു ദിവസം എത്ര ആളുകളുമായി സംസാരിക്കുന്നുണ്ട്? നിങ്ങൾ പുതിയതായി ആരെങ്കിലും കാണുന്നുണ്ടോ, പരിചയപ്പെടുന്നുണ്ടോ? നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടോ, പുതിയ കൾച്ചറിനെ പരിചയപ്പെടുന്നുണ്ടോ? തീർച്ചയായും മനസ്സിലാക്കുക, സോഷ്യലൈസേഷൻ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരും. മാനസികവും ശാരീരികവും ആത്മീയ തലങ്ങളിൽ വലിയ മാറ്റമാണ് കൊണ്ടുവരുന്നത്. എന്താണ് സോഷ്യലൈസേഷൻ? സോഷ്യലൈസേഷനോടെ എന്ത് ഗുണങ്ങളാണ് ലഭിക്കുന്നതെന്ന് അല്പമായി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. സോഷ്യലൈസേഷന് ധാരാളം ഗുണങ്ങളുണ്ട്. സോഷ്യലൈസേഷൻ ഒരു ബ്രെയിൻ ബൂസ്റ്ററാണ്. നന്നായി സോഷ്യലൈസ് ചെയ്യുന്നവർ, നന്നായി ഇടപഴകുന്നവർ, അവരുടെ ബ്രെയിൻ വളരെ ക്രിയേറ്റീവും അവർ നന്നായി പ്രവർത്തിക്കുന്നതുമാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. മാത്രമല്ല, സോഷ്യലൈസ് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സ്, ഇമ്മ്യൂണിറ്റി ഉണ്ടാകുന്ന, രോഗപ്രതിരോധശേഷി ഉണ്ടാകുന്ന പല കെമിക്കൽ റിയാക്ഷനും ശരീരത്തിൽ സംഭവിക്കുകയും അവർ ഹാപ്പിയാകുകയും രോഗങ്ങളിൽ നിന്ന് മുക്തി നേടുവാൻ സാധിക്കുകയും ചെയ്യുന്നു. വളരെ രസകരമായ പഠനം ഞാൻ കണ്ടെത്തുകയുണ്ടായി. സോഷ്യലൈസ് ചെയ്യുന്നവർക്ക് ഡയബറ്റിക്സ് കുറവാണെന്ന്. സോഷ്യലൈസ് ചെയ്യുന്നവർ തീർച്ചയായും സന്തോഷവാന്മാരും പോസിറ്റീവായിട്ടുള്ള സെക്രീഷൻസ് ഉണ്ടാകുന്നവരും ആരോഗ്യത്തിൽ നല്ല മുൻപന്തിയിലുമാണെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. പ്രത്യേകിച്ച് കോമണായി നടക്കുവാൻ പോകുന്നവർ, ഗ്രൂപ്പായി നടക്കുവാൻ പോകുന്നവർ നല്ല കാര്യങ്ങൾ സംസാരിക്കുകയും ഒരുമിച്ച് ചെയ്യുകയും ചെയ്യുന്നത് വഴി അവരുടെ ആരോഗ്യം മെച്ചപ്പെടുകയും മാനസികമായ ഉല്ലാസം ഉണ്ടാകുകയും ചെയ്യുന്നുവെന്ന് പഠനങ്ങൾ പറയുന്നു. പലപ്പോഴും നമുക്ക് ധാരാളം സ്ട്രെസ് ഉള്ളവരാണ്. പല രീതിയിൽ സ്ട്രെസ് ഉണ്ട്. വീട്ടിലെ സ്ട്രെസ് ഉണ്ടാകാം, ജോലിയുടെ സ്ട്രെസ് ഉണ്ടാകാം, രോഗത്തിൻ്റെ സ്ട്രെസ് ഉണ്ടാകാം, സാമ്പത്തികമായ സ്ട്രെസ് ഉണ്ടാകാം. എന്നാൽ ഈ സോഷ്യലൈസേഷൻ സ്ട്രെസ് റിമൂവർ ആണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ വീക്കെൻഡ്സിലെല്ലാം പാർട്ടിക്ക് പോവുക, സോഷ്യലൈസ് ആയിട്ട് ഗാദർ ചെയ്യുക, ഫ്രണ്ട്സുമായി നടക്കാൻ പോകുക, ഫ്രണ്ട്സുമായി ഔട്ടിങ്ങിന് പോകുക. നാം വിചാരിക്കും ഇതെല്ലാം ദൂരത്താണെന്നും ഇതുകൊണ്ട് വലിയ കാര്യമില്ല എന്നും, ഇതെല്ലാം കള്ളുകുടിയന്മാരും മദ്യപാന്മാരും കഞ്ചാവുകാരുമാണ് ചിന്തിക്കും. എന്നാൽ അത് തരുന്ന സന്തോഷവും സമാധാനവും അത് തരുന്ന ആരോഗ്യവുമെല്ലാം വളരെ വ്യത്യസ്തമാണ്. ബ്ലൂ സോൺ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. സൂപ്പർ ഏജ് ആയിട്ടുള്ള ആളുകൾ, ഏറ്റവും കൂടുതൽ ഏജ് ആയിട്ടുള്ള ആളുകൾ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മൊവായി കമ്മ്യൂണിറ്റി പോലെ തന്നെ ജപ്പാനിലെ കമ്മ്യൂണിറ്റിയാണ് ഒക്കിനാവ ഐലൻഡ് എന്ന് പറയുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആളുകൾ, ഏറ്റവും കൂടുതൽ ആരോഗ്യമുള്ളവർ, ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ആളുകൾ ജീവിക്കുന്ന സ്ഥലമാണത്. എന്ന് വെച്ചാൽ ഏറ്റവും കൂടിയ പ്രായത്തിൽ ഏറ്റവും ആരോഗ്യമുള്ള, ഏറ്റവും സന്തോഷമുള്ള സമൂഹം ജീവിക്കുന്നതാണ് ഒക്കിനാവ ഐലൻഡിൽ. ഇതിനെല്ലാം കാരണം ഈ സോഷ്യലൈസേഷനാണ്. ആളുകളെ സുഹൃത്തുക്കളായി സംസാരിക്കുവാൻ സാധിക്കുക. ഒക്കിനാവ ഐലൻഡിൽ പോയി കഴിഞ്ഞാൽ, ജപ്പാനിലെ ഐലൻഡിൽ പോയി കഴിഞ്ഞാൽ അവർ നമ്മെ ട്രീറ്റ് ചെയ്യുന്നത് 10-15 വർഷം നാം പരിചയമുള്ള ആളുകളായിട്ടാണ്. എന്ന് വെച്ചാൽ നാം ഒരാളെ കാണുമ്പോൾ വളരെ കാലമായി പരിചയമുണ്ടെന്ന് തോന്നുന്ന രീതിയിൽ സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യുന്നു. അത് വലിയൊരു സ്കില്ലാണ്. അതുകൊണ്ടാണ് മനസ്സിനും ശരീരത്തിനും ആത്മാവിനും സന്തോഷമുണ്ടാകുന്നത്. അപ്പോൾ ഈ സൂപ്പർ ഏജ് എന്ന് പറയുന്ന ബ്ലൂ സോണിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കുന്നുണ്ടോ? ഇക്കിഗായി എന്ന ആശയത്തെക്കുറിച്ച് പറഞ്ഞുവല്ലോ. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും, ലോകത്തിന് ആവശ്യമുള്ളത് ചെയ്യുന്നതും, നമുക്ക് പേ ചെയ്യുന്നതും, സമൂഹത്തിന് ആവശ്യമുള്ളത് ചെയ്യുന്നതുമായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് ഇക്കിഗായി എന്ന് പറയുന്നത്. നമ്മുടെ ഇക്കിഗായി കണ്ടെത്തുന്ന വഴി, അതുമായി ബന്ധപ്പെട്ട ആളെ കണ്ടെത്തുന്ന വഴി നമുക്കും വലിയ മാറ്റം കൊണ്ടുവരുവാൻ സാധിക്കും. ഇനിയും മുറിക്കകത്ത് അടച്ച് ഒളിച്ചിരിക്കുന്നവരാണെങ്കിൽ, ഇനിയും സോഷ്യലൈസ് ചെയ്യാൻ മടിയുള്ളവരാണെങ്കിൽ തീർച്ചയായും നിങ്ങളെ വാതിൽ തുറക്കുക, പുറത്തിറങ്ങുക, നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുക, നല്ല കമ്മ്യൂണിറ്റിയുടെ പാർട്ടാക്കുക. Socialization is the new vaccine which can help you immensely, which will definitely reduce your stress, which will improve your productivity. It is Dr. Paul V. Matthew, the Habit Builder, signing off.